ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിലീഷ് മൈ ലൈഫ്. ഇന്ന് ബ്രെഡ് വെച്ച് നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 3 പുഡിംഗ് റെസിപ്പിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ആൽമണ്ട് ബ്രെഡ് പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഒരു 10 to 15 മിനിറ്റിലൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വലിയ സ്കിൽസ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു പുഡിംഗ് റെസിപ്പിയാണിത്. ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ബ്രെഡ് ആണെന്ന് പറഞ്ഞാൽ പോലും ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്. കുറച്ച് നട്ട്സ് റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെക്കണം. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള നട്ട്സ് എടുക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആൽമണ്ട്സും കാഷ്യൂസും പിന്നെ കുറച്ച് സൺഫ്ലവർ സീഡുമാണ്. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ ഇടയിൽ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രീമിൻ്റെ മിക്സ്ചർ റെഡിയാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് ഫ്രഷ് ക്രീം എടുക്കുന്നുണ്ട്. നമുക്ക് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ ഹെവി ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ എന്താണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാം. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ആൽമണ്ട് മിക്സ് അല്ലെങ്കിൽ ബദാം മിക്സ് ആഡ് ചെയ്യാം. ഒരു 5 to 6 ഡ്രോപ്സോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രീമിന് പാകത്തിനുള്ള മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് കണ്ടൻസ് മിൽക്കും കൂടി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ബ്രെഡ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 8 പീസ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അരികെല്ലാം മുറിച്ച് മാറ്റി പുഡിംഗ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ ആദ്യത്തെ ലെയർ നമുക്കൊരു 4 പീസ് വെച്ചിട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്കൊരു കാരമൽ മിക്സ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ക്രീം കാരമൽ മിക്സിൻ്റെ ഒരു പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് നമുക്ക് കാരമൽ മിക്സ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനൊരു പാക്കറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 500 ml പാലാണ് ആവശ്യമായിട്ടുള്ളത്. പാല് തിളച്ച് വരുമ്പോൾ കാരമൽ മിക്സ് പൗഡർ ഇട്ട് നന്നായിട്ട് ഇളക്കി ചെറിയ തീയിൽ ഒരു 2 to 3 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കാരമൽ മിക്സും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് പുഡിംഗ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡ് ലെയർ ചെയ്തിട്ടുള്ള പുഡിംഗ് പാത്രം എടുക്കാം. അതിനകത്ത് ഈ ഹാഫ് കാരമൽ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീമിൻ്റെ മിക്സും ഹാഫ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടുത്ത ലെയറായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് വിതറി കൊടുക്കാം. അടുത്ത ലെയറായിട്ട് നമ്മൾ ആദ്യം വെച്ച പോലെ തന്നെ ബ്രെഡ് വെച്ച് കൊടുക്കുക. മുകളിലായിട്ട് ക്രീം കാരമലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. നട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുഡിംഗ് ലെയർ തയ്യാറായി കഴിഞ്ഞു. ഈ പുഡിംഗ് നന്നായി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കുക. ഒരു മിനിമം 6 to 8 hours എങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കുക. അല്ലെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. നല്ല ടേസ്റ്റുള്ള പുഡിംഗാണ്. നിങ്ങൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിംഗാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കാം. അടുത്തതായിട്ട് നമുക്ക് സാഫ്രൺ ബ്രെഡ് പുഡിംഗ് അല്ലെങ്കിൽ ഒരു റബ്ഡി ഫ്ലേവറിലുള്ള ഒരു ഇൻസ്റ്റൻറ്റ് റബ്ഡി റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഒരു 3 പീസ് ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികെല്ലാം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് പൊടിച്ച് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കൊരു അടിക്കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ പാൽ വെച്ചിട്ടുള്ള ഒരളവാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ക്രീം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. കുറച്ചൊരു റിച്ച് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പാല് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ ചുരുക്കി വെച്ച് പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് അതിനകത്ത് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റോളം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഇനി ഒരു 3 മിനിറ്റോളം ചെറിയ തീയിലിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. സാഫ്രോൺ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാഫ്രോൺ എസൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതല്ല കുങ്കുമം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാലിൽ കുതിർത്ത് വെച്ച് അത് ഈ സമയത്ത് ഇട്ട് കൊടുത്താലും മതി. 4 ഡ്രോപ്സാണ് ഞാനിവിടെ സാഫ്രോൺ എസൻസ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതോട് കൂടിയിട്ട് കുക്കിംഗ് പാർട്ട് കഴിഞ്ഞ് നമ്മൾ തീ ഓഫ് ആക്കിയിട്ട് ഈ ഒരു മിക്സ് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിനൊരു ലൈറ്റ് പിങ്ക് കളർ കിട്ടണം. അതേപോലെ തന്നെ ഒരു ഫ്ലേവർ, ഒരു ഡീപ്പ് കാരമൽ ഫ്ലേവറും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോവാണ്. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ കാരമലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കത് കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിന് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാരമലൈസ് ചെയ്ത പഞ്ചസാര ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം ഒരു കട്ടിയുള്ള പോലെ ഇരിക്കുമെങ്കിലും 2 മിക്സറും ഒരേപോലെ ചൂടുള്ളത് തന്നെ അത് അതിനകത്ത് അലിഞ്ഞു പോകും. ഇൻ കേസ് ഇനി അത് അലിഞ്ഞു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്നും കൂടെ ചെറിയ തീയിലിട്ട് ചൂടാക്കി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന് നമുക്ക് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം.
ഇതൊരു പുഡിങ് കട്ട് ചെയ്തെടുക്കുന്ന പോലെ എടുക്കുന്ന ഒരു കൺസിസ്റ്റൻസി അല്ല. ഇപ്പോൾ ഇതിൽ കാണുന്ന പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് എടുക്കുക. ഇതിനകത്ത് നമുക്ക് ജിലേബിയോ അല്ലെങ്കിൽ സ്വീറ്റ്സോ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് നട്ട്സ് മുകളിൽ വിതറിയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ് ഫ്ലേക്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഗോൾഡ് ഫ്ലേക്സ് വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കാം. അടുത്തതായിട്ട് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ഈസി ബ്രെഡ് പുഡിംഗ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടെടുക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ ചെറിയ തീയിൽ വെച്ച് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് തന്നെ അത് കാരമലൈസ് ചെയ്ത് വരും. നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു കളർ വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് ഏത് പാനിലാണോ പുഡിങ് സെറ്റ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ അടിയിൽ ഒഴിച്ചു കൊടുക്കാം. കാരമൽ ഒരുപാട് ഡീപ്പ് കളർ ആവുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കയ്പ്പ് രസം വരും. അപ്പോൾ അത് പഞ്ചസാര കരിയുന്നതുകൊണ്ടാണ് അതില്ലാണ്ട് നോക്കുക. ഇനി 3 പീസ് ബ്രെഡ് ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിച്ച് വെച്ച ബ്രെഡിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/3 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 മുട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ അടിച്ചെടുത്ത മിക്സ് നമ്മൾ നേരത്തെ കാരമൽ ഒഴിച്ച് സെറ്റാക്കി വെച്ച പുഡിങ്ങിൻ്റെ പാത്രം ഉണ്ടല്ലോ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഏകദേശം 25-30 മിനിറ്റ് എടുക്കും ഇത് വെന്ത് വരാനായിട്ട്. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഓവർനൈറ്റ് തണുപ്പിക്കാം. നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഈ പുഡിങ്ങിൻ്റെ സൈഡിൽ നിന്നെല്ലാം ഒരു കത്തിയോ അല്ലെങ്കിൽ സ്പൂണോ വെച്ച് വിടുത്തി കൊടുത്തിട്ട് തിരിച്ചിട്ട് തട്ടിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ബ്രെഡ് വെച്ചിട്ട് നമ്മൾ 3 തരം പുഡിങ്ങാണ് ഉണ്ടാക്കിയത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് എല്ലാം അറിയിക്കാം. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.